നടൻ ദിലീപിന് ആരാധകരുടെ പൾസ് അറിയാമെന്ന് പറയുകയാണ് സംവിധായകൻ സുന്ദർദാസ്. സ്വന്തം സംവിധാനത്തിൽ നിന്നുണ്ടായ കുബേരൻ എന്ന സിനിമയിൽ ദിലീപിൽ നിന്നുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നടി സംയുക്ത വർമ്മയുടെ അവസാന സിനിമയായിരുന്നു കുബേരൻ എന്നും സുന്ദർദാസ് പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകന്റെ പ്രതികരണം. ആളുകൾക്ക് ഏതുതരം കഥാപാത്രം വേണമെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നും ദിലീപിന് നല്ല ധാരണയുണ്ടായിരുന്നുവെന്നും ദിലീപിന്റെ നിർദ്ദേശത്തിൽ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നുവെന്നും സംവിധായകൻ സുന്ദർദാസ് പറയുന്നു. കുബേരൻ എന്ന സിനിമ ആദ്യം കുടകിൽ ചിത്രീകരിക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ അവിടെ ഉദ്ദേശിച്ചതുപോലെ ഒരു ലൊക്കേഷൻ കിട്ടിയിരുന്നില്ല എന്നും കഥയിലുള്ളതുപോലെ വലിയ ബംഗ്ലാവ് വേണം, അതിനാൽ വലിയ വീടുകളല്ലാതെ ബംഗ്ലാവുകൾ ഇല്ലായിരുന്നുവെന്നും അതോടെ സിനിമയുടെ ചിത്രീകരണം ഊട്ടിയിലേക്ക് മാറ്റിയെന്നും സുന്ദർദാസ് പറയുന്നു. തിരക്കഥ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് താൻ ദിലീപിന്റെ പക്കലെത്തിയത്. തുടർന്ന് ഒരുമിച്ചിരുന്ന് കഥ വായിച്ചുവെന്നും കഥയിൽ ഓവനിൽ വെച്ച് അടിവസ്ത്രം ഉണക്കിയെടുക്കുന്ന ഒരു സീനുണ്ട്, അത് വെറുതെ എഴുതിയതാണെന്നേ ഉള്ളൂ, ആ സീൻ എടുക്കണമെന്നില്ല എന്ന് താൻ ദിലീപിനോട് പറഞ്ഞുവെന്നും, കാരണം ആ സീനിൽ അടിവസ്ത്രത്തിന്റെ ക്ലോസപ്പ് ഷോട്ട് എല്ലാം എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ടായിരുന്നു വേണ്ടെന്ന് താൻ പറഞ്ഞതെന്നും, എന്നാൽ ആ സീൻ എടുക്കണമെന്ന് ദിലീപ് പറഞ്ഞുവെന്നും, അതെന്താണ് കുഴപ്പം, ആ സീൻ എടുക്കാം, അത് മാറ്റരുതെന്നാണ് ദിലീപ് പറഞ്ഞതെന്നും സുന്ദർദാസ് പറയുന്നു. അദ്ദേഹത്തിന് ആളുകളുടെ പൾസ് അറിയാമെന്നും സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചതുകൊണ്ട് ആളുകളുടെ പൾസ് എന്താണെന്ന് ദിലീപിനെയും ജയറാമിനെയും പോലുള്ള താരങ്ങൾക്ക് അറിയാമെന്നും, ദിലീപ് പറഞ്ഞത് പലതും കറക്റ്റ് ആണെന്ന് കുബേരന്റെ വിജയത്തിന് ശേഷം താൻ അദ്ദേഹത്തെ വിളിച്ച് അതേക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും സുന്ദർദാസ് പറയുന്നുണ്ട്. മാത്രമല്ല, നടി സംയുക്ത വർമ്മയ്ക്ക് ഡേറ്റ് കുറവായിരുന്നുവെന്നും നടി അവസാനമായി അഭിനയിച്ച മലയാളം സിനിമ കുബേരനായിരുന്നുവെന്നും പിന്നെ തെങ്കാശി പട്ടണത്തിന്റെ തമിഴ് മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും അതിനുശേഷമാണ് ബിജു മേനോനുമായി വിവാഹം കഴിഞ്ഞ് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടിയുടെ ഡേറ്റും പ്രശ്നമായിരുന്നു, പക്ഷേ വളരെ രസകരമായി ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി. നമ്മൾ സിനിമയിൽ വർക്കാവില്ലെന്ന് കരുതുന്നത് പലതും ഹിറ്റാകാറുണ്ട്. അത്തരം സീനുകൾ നോക്കി ചെയ്യാൻ ദിലീപിന് പ്രത്യേക കഴിവുണ്ടെന്നും അതിന് അദ്ദേഹത്തിന് മടിയോ ചളിപ്പോ ഇല്ല എന്നും, ദിലീപിന്റെ റൺവേ എന്ന സിനിമ ഒരു ഉദാഹരണമാണെന്നും അതിൽ വാളയാർ പരമേശ്വരം എന്ന കഥാപാത്രമായി നടക്കുകയല്ല, അയാളുടെ ജീവിതത്തിലെ ഹ്യൂമറുകൾ ചെയ്യുന്നുണ്ടെന്നും ഇത്തരം റോളുകൾ ചെയ്യാൻ ദിലീപേ ഉള്ളൂവെന്നും, ജയസൂര്യ ചെറിയ രീതിയിലുണ്ടായിരുന്നു, പക്ഷെ പണ്ട് ജയറാം ചെയ്തിരുന്നതിലേക്കാണ് ദിലീപ് വന്നതെന്നും, കലാഭവൻ മണിയും ഹ്യൂമർ ചെയ്തിരുന്നതാണ്, പിന്നെ അദ്ദേഹം വില്ലനായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സലീം കുമാർ, ഹരിശ്രീ അശോകൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരൊക്കെ ഹ്യൂമറിൽ നിന്നും സീരിയസ് വേഷത്തിലേക്ക് എത്തിയവരാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം 2002 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമാണ് കുബേരൻ. സംയുക്ത വർമ്മ, കലാഭവൻ മണി, ഉമാശങ്കരി, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. കുടുംബ പ്രേക്ഷകരെ ഏറ്റവും അധികം സ്വാധീനിച്ച നടന്മാരിൽ ഒരാളാണ് ദിലീപ്. ജനപ്രിയ നടൻ എന്ന നിലയിൽ പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാനും ദിലീപിന് സാധിച്ചിരുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.